ഡേ നമ്മളെ നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഈ മോഹൻലാൽ ഇവിടെ പോയി കിടക്കണ്ടേ? അതോ വരയില്ലേ? ആ ഭാര്യയും ഭർത്താവും വരാനല്ലേ. ഇവ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒട്ടി ഒട്ടി നടക്കണം? എനിക്ക് കാണുമ്പോൾ ചൊറിഞ്ഞോണ്ട് വരും. നാളെ പുനലൂരാണ് കേട്ടോ വർക്ക്. അണ്ണാ, നിങ്ങൾ ഈ പുനലൂർ വർക്ക് കൊടുക്കണേൽ വരണേലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ വണ്ടിക്കൂലി കൂട്ടി തരണം. വണ്ടിയിൽ പെട്രോൾ അടിക്കണേ 10-250 രൂപ. അണ്ണാ, അങ്ങനെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഒരേ പൈസ മതി. എടാ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നിനക്ക് ഇങ്ങനെ ഒട്ടി ഓസിന് കാറി കയറി ഇരുന്നങ്ങ് വരാല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവരുടെ പാള കഴിഞ്ഞ് വരാം. ഒരുമിച്ച് വർക്ക് ചെയ്യണല്ലോ, കിടന്ന് ഉടക്കല്ലേ നിങ്ങള്. എന്റെ പൊന്നാണ്, നിങ്ങൾ എന്തിനാ ഇവന്മാരെ കിടന്ന് താങ്ങുന്നത്? കാറ്ററിംഗിന് നല്ല മലയാളി പയ്യന്മാരെ ഞാൻ ഇറക്കി തരാം. പിന്നെ നമ്മളാര് ബംഗാളി പോയാൽ മതി? ഇവൻ ആരടാ? അണ്ണാ, നിങ്ങൾ ഇവനെ കൊണ്ട് കിടക്കണ നിങ്ങൾക്ക് 8ന്റെ പണിയാണ്. നിങ്ങളവനെ നൈറ്റ് ഡെക്കറേറ്റ് അടിക്കാൻ കൊണ്ടുപോകണ പയ്യന്മാർക്കിടയിൽ ഒരു കഥയുണ്ട്. എന്തേടാ ടേബിൾ കുത്തത് നമ്മൾ അറിയുന്നുണ്ട്. ടേബിൾ കുത്തേ? എടാ, ഇവ ഇന്റീരിയർ ഡിസൈനർ അല്ലേ, അതുകൊണ്ടല്ലേ കൊണ്ടുപോണ. ഇങ്ങനെ കേണേടാ ഇങ്ങേരി. അണ്ണ ഒരു മുട്ടിപ്പിന്നെ ടേബിളിൽ കുത്തുന്നതിന് എന്തിന് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ പഠിക്കുന്നത്? എന്റെ പൊന്നെണ്ണ, അവൻ നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർക്കിന് നീ വാ. അപ്പൊ ഞാന് ആദ്യം അവൻ വരട്ട്. ഇവനാ രസമൊന്നും പറഞ്ഞ് തവി അഴുകിയ വെള്ളം എടുത്ത് വിളമ്പി കൊടുത്ത ഇവനെ കൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജോലിക്ക് പോകണം. അത്രക്കായ കല്യാണ പെണ്ണിന്റെ അനിയത്തി ടിഷ്യൂ പേപ്പർ നമ്പർ കൊടുത്താരാണ്? അത് നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടി നമ്പറിൽ വിളിക്കേണ്ട അടുത്ത വർക്കിന്. എടാ, എന്റെ നമ്പർ അല്ലേ കൊടുക്കേണ്ട? എന്നെ വിളിക്കുമ്പോ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യും. കണ്ടോ, ഇവന്മാരെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛടി ഭാഷ നമ്പർ ഞാൻ പിടിച്ച് അടിക്കും. ഓ വാടാ, നാളെ തൊട്ട് നിങ്ങൾ രണ്ടുപേരും വരണ്ട, നീ നിന്റെ 2 പയ്യന്മാരെ ഇറക്ക്. ഓ, അടിപൊളി, സൂപ്പർ അണ്ണാ, സൂപ്പർ, അച്ചടി വാടകളൊക്കെ വന്ന് ഇറങ്ങും. അടിപൊളി. അണ്ണാ, നിങ്ങൾ അവനെ കൂടെ കൊണ്ട് നടക്കണേ. ഈ കൊല്ലത്ത് ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായ ഓർമ്മയുണ്ട? പപ്പട കേസിന് ഇവ ഒറ്റ ഒരുത്തനാണ് കല്യാണ പെണ്ണിന്റെ അച്ഛന് പപ്പടം കുഴച്ചു കൊടുത്തിരിക്കണേ. അണ്ണാ, ഞാൻ പപ്പടം പൊടിച്ചോളൂ, അത് കുഴിച്ച് അണ്ണാക്കി വെച്ച് കൊടുത്ത് ഇവനാണ്. കല്യാണ പെണ്ണിന് അനുഗ്രഹം കൊടുക്കാനുള്ളല്ലേ, അപ്പൊ കൈ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭാര്യ കൊടുത്ത്. എടാ, ഒരു ജില്ല മൊത്തം പേരദോഷം കേൾക്കാണ്. നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോണ്. ഞാനും പോണ്. മോലാളി മോലാളി, പോലെ പോലെ. പോലെ